ഇപ്പോൾ ഒരു നോമ്പിനൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബിസ്മിയല്ലോ, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ നിന്നാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ മന്ത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും പതിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിശപ്പിൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് മൈൻഡ്ഫുൾ പതിയെ പതിയെ സ്ലോയിൽ നമ്മുടെ ശരീരത്തെ ശ്രവിച്ച് ഇതിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് ഇതിനൊക്കെ നന്ദി പറഞ്ഞ് താങ്ക്സ് ഗോഡ് അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കാം. പിന്നെ ഇഫ്താറിനും നോമ്പ് നോൽക്കുന്നതിനും ഇടയിലുള്ളൊരു സമയത്ത് 8-10 ഗ്ലാസ് വെള്ളം കഴിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ രാത്രി ഷുഗർ ധാരാളം അടങ്ങിയ പാനീയങ്ങളും കോഫിയും കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോൽക്കുന്ന സമയത്ത് മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായിട്ട് ഒരു ലൈറ്റ് ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയ ഭക്ഷണം മിതമായ രീതിയിൽ കഴിക്കാൻ വേണ്ടി നോക്കുക. 2 സെഷനായിട്ട് കഴിക്കുക, ഒറ്റയടിക്ക് വാരി വിളിച്ച് കഴിക്കുക. അതൊക്കെ മനസ്സിലായല്ലോ. ഇനിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. ബൈ.